പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിസ്തീർണവും വലിപ്പവും എത്രയാണെന്നും അതിൽ പാർക്കുന്ന ജനങ്ങളുടെ എണ്ണം, അതായത് ജനസംഖ്യ എത്രയാണെന്നും ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട്. വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ അവിടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വക അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്. അതേപോലെ ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾ, അതായത് അയൽവക്ക രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിനകത്ത് ഈ രാജ്യത്തിന് വളർച്ച ഉണ്ടാകേണ്ടതിന് വേണ്ടി ഇതിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ഇതിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്നും കുറേയൊക്കെ നമുക്കറിയാം. ഭരണം നടത്തുന്നവരുടെ ഉത്തരവാദിത്തമാണ് നിയമങ്ങൾ ഉണ്ടാക്കുക. ആ നിയമങ്ങൾ നേരാം വണ്ണം നിവർത്തിക്കപ്പെടുന്നുണ്ട്, അതായത് നീതിയോടെയും ന്യായത്തോടെയും നടത്തപ്പെടുന്നുണ്ട് എന്നുറപ്പ് വരുത്തുന്നത് ഭരണകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി അത് പോലീസിനെ ഉപയോഗിച്ചോ സൈന്യത്തെ ഉപയോഗിച്ചോ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടോ ഏത് വിധത്തിലും നിയമം ഉണ്ടാക്കിയാൽ അത് നടപ്പിലാക്കണം. അത് ജനങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്നതായിരിക്കണം എന്ന് ചിന്തിച്ചാണ് ഭരണകർത്താക്കൾ ഓരോ ദിവസവും അവരുടെ ഭരണങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുപോലെ ഈ രാജ്യത്തിന് അതിർത്തിക്ക് അപ്പുറത്തൊരു അയൽവക്ക രാജ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ പലപ്പോഴും അതിർത്തികളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ അതിർത്തികളിൽ താമസിക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ജനങ്ങളുടെ ജീവിതം പലപ്പോഴും ഈ വിവാദങ്ങളിൽപ്പെട്ട് അക്രമങ്ങളിൽപ്പെട്ട് സ്വസ്ഥതയില്ലാത്ത, സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ത്യ രാജ്യം ശക്തമായിരിക്കുകയും ഇതിൻ്റെ അയൽവക്ക രാജ്യം ശക്തി കുറഞ്ഞതുമാണെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും അറിയാം ആ ശക്തി കുറഞ്ഞ രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുകയില്ല, അതിര് ലംഘിച്ചു വരികയില്ല എന്നുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യവും അയൽവക്ക രാജ്യവും ഒരു തുല്യ ശക്തി, ഏകദേശം ഒരേപോലെ ശക്തി പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന രാജ്യങ്ങളാണെങ്കിൽ മിക്കപ്പോഴും അതിർത്തികളിൽ തർക്കങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ നമുക്കറിയാം, ഇന്ത്യയും അയൽവക്ക രാജ്യങ്ങളും മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് രാജ്യം എടുത്താലും തുല്യ ശക്തിയോ അല്ലെങ്കിൽ ഏകദേശം ശക്തികളോ തുല്യമായ ശക്തികളോ ഉള്ള രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും തർക്കങ്ങളുണ്ട്. ഇനി ശക്തമായ ഒരു രാജ്യമാണെങ്കിൽ ശക്തി കുറഞ്ഞ രാജ്യത്തെ ആക്രമിക്കുന്നതും സർവ്വസാധാരണമാണ്. എന്നാൽ അഹിംസയും സഹിഷ്ണുതയൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റ് രാജ്യങ്ങൾ ശക്തി കുറഞ്ഞതാണെങ്കിലും അവരെയും ഉൾക്കൊള്ളാൻ, അവരെ ആക്രമിക്കാതെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ കുറ്റം ആരോപിക്കുന്ന, അക്രമം അഴിച്ചുവിടുന്നു എന്ന് പറയുന്ന അയൽവക്ക രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ചില കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു രാജ്യം, അതിൻ്റെ അയൽവക്ക രാജ്യം, ഓരോ രാജ്യത്തിൻ്റെ ശക്തി, അയൽവക്ക രാജ്യത്തിൻ്റെ ശക്തി, ഒരു രാജ്യത്തിൻ്റെ നീതിയും ന്യായവും നടപ്പിലാകാൻ തക്കതായ നിയമങ്ങൾ, അത് നടപ്പിലാക്കുന്ന ഭരണകർത്താക്കൾ, ഇങ്ങനെ എല്ലാ രാജ്യത്തിനും ഇങ്ങനൊരു വ്യവസ്ഥയുണ്ട്. സാമ്പത്തിക വ്യവസ്ഥ, നിയമവ്യവസ്ഥ, ഭക്ഷണ വ്യവസ്ഥ, സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്ന വ്യവസ്ഥ, നിയമങ്ങൾ ഒക്കെ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ദൈവത്തിനും ഭരണം നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. ദൈവം, ഈ ഒരു രാജ്യം ദൈവത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് എന്ന് വേദപുസ്തകത്തിൽ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം എന്ന് പറയുന്നത് സർവവ്യാപിയല്ലേ? സർവശക്തനല്ലേ?
സർവത്തിൻ്റെയും ഉടയവനല്ലേ? സർവത്തിൻ്റെയും സൃഷ്ടിതാവല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യം എവിടെയായിരിക്കും? ഭൂമിയും ആകാശമണ്ഡലങ്ങളും സകല സൂര്യനും മറ്റ് നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയതാണോ ദൈവത്തിൻ്റെ രാജ്യം എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യത്തിന് അതിരുകളുണ്ടോ? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിരിനപ്പുറം മറ്റൊരു രാജ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുകയും അറിയുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്ത് തോന്നുന്നു? നമുക്കതിനെക്കുറിച്ച് ഈ ദിവസങ്ങൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ നീതിയും ന്യായം, അത് നടക്കുന്നിടത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും നിശ്ചയമായിട്ട് എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കാം. നമുക്ക് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.